ഇടുക്കി തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കൂടുതൽ പരിശോധനകളുമായി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയ തൊഴുത്തിലും കപ്പത്തൊലി എത്തിച്ച ഡ്രയർ യൂണിറ്റിലും സംഘം പരിശോധന നടത്തി. അതേസമയം പശുക്കൾ ചത്തത് കപ്പത്തൊലിയിൽ നിന്നുള്ള സയനൈഡ് മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതായി ജില്ലാ വെറ്ററിനറി അധികൃതർ പറഞ്ഞു. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ആർ മുത്തുരാജിന്റെ നേതൃത്വത്തിലായിരുന്നു സംഘം വെള്ളിയാമറ്റത്തെ മാത്യുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത്. തൊഴുത്തിലും കപ്പത്തൊലി എത്തിച്ച ഡ്രയർ യൂണിറ്റിലും സംഘമെത്തി. പശുക്കളുടെ വയറ്റിൽ ഇത്രയധികം അളവിൽ വിഷാംശം എത്തിയതെങ്ങനെയെന്ന് പരിശോധിക്കുമെന്നും കപ്പത്തൊലിയിലെ സയനൈഡ് തന്നെയാണോ മരണകാരണമെന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ഡോക്ടർ ആർ മുത്തുരാജ് പറഞ്ഞു. ഇത് പശു ഇറന്നത് മെയിനായിട്ട് ഇങ്ങനെ ഇത് മരച്ചിനുള്ള സ്കിന്ന് കളിച്ചത് കൊണ്ട് മരണിക്കല அப்படிங்கிறது ഒരു തെളിവ് ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഇങ്ങനെ റിപ്പോർട്ട് കാര്യങ്ങൾ ഇപ്പോൾ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. അപ്പം അത് തെളിവ് നോക്കുന്നാലേ നമുക്കറിയും. അതേസമയം താൻ പശുക്കൾക്ക് നൽകുന്ന അതേ കപ്പത്തൊലി തന്നെയാണ് മാത്യുവിനും നൽകി വരുന്നതെന്ന് ഡ്രയർ യൂണിറ്റ് ഉടമ വിദഗ്ധ സംഘത്തോട് പറഞ്ഞു. എന്നാൽ പശുക്കൾ ചത്തതിൽ ആശയക്കുഴപ്പമില്ലെന്നും കപ്പത്തൊലിയിൽ നിന്നുള്ള സയനൈഡ് ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതാണെന്നും ജില്ലാ വെറ്ററിനറി അധികൃതർ അറിയിച്ചു. ഒരുപാട് അളവിൽ ചെന്നിട്ടുണ്ട്, അതൊന്ന്. രണ്ടാമതായിട്ട് പറഞ്ഞാൽ പശുക്കൾ രാവിലെ മുതൽ വിശന്ന് നിന്നിരുന്നായിരുന്നു. അവർ ആ കുടുംബം മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ രാവിലെ മുതൽ വിശന്ന് നിന്ന പശുക്കൾക്ക് രാത്രി 8:30 പെട്ടെന്ന് കപ്പത്തൊലി ചെല്ലുമ്പോൾ അത് എംറ്റി സ്റ്റൊമക്കിൽ പെട്ടെന്ന് അതിൻ്റെ വിഷാംശം ബാധിക്കാനായിട്ട് ഇടയാവുകയാണ് ഉണ്ടായത്. പശുക്കൾക്ക് നൽകിയതിന്റെ ബാക്കിയും ഡ്രയർ യൂണിറ്റിൽ നിന്നുമുള്ള കപ്പത്തൊലിയുടെ സാമ്പിളും ശേഖരിച്ച ശേഷമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ളവർ മടങ്ങിയത്. അമൃത ന്യൂസ്, ഇടുക്കി.